വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്നുള്ള തൃശ്ശൂരാണ്. തൃശ്ശൂരിന് കലോത്സവത്തിന് വന്നിട്ട് 64ാമത് കലോത്സവത്തിന് വന്നാണ്. നമ്മൾ വൈകിട്ട് എനിക്ക് ഒരു ഗൊറിയിലെ കിട്ടി. ഹലോ ഗൈസ്, അപ്പം കേരളത്തിന്റെ വിദ്യാഭ്യാസ മിനിസ്റ്ററായ ശ്രീ ശിവൻകുട്ടിയെ നമ്മൾ കണ്ടുമുട്ടി ഗൈസ് തൃശ്ശൂർ വെച്ചിട്ട്. പ്രതിഷേധിക്കാൻ അവസരം കിട്ടിയപ്പോഴെല്ലാം പ്രതിഷേധിച്ചിട്ടുണ്ട്. ഹായ് ഗൈസ്, ആരെ കൂടെ ഉള്ളത് നോക്കൂ. അപ്രതീക്ഷിത വേണ്ടി കണ്ടുപിട്ടിയാണ്. നമ്മളെ കലോത്സവമാണ്. ഹലോ ഗൈസ്, അപ്പൊ നമ്മളെ കലോത്സവ വേദിയിൽ ജയൻ കണ്ടുപിട്ടിരിക്കുന്നു ഗൈസ്. നമ്മളിതാ ജയനെ കാണാൻ പോവാണ്. ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ കൂടെ ആരാണ് ചേരുന്നത് നോക്കൂ. ഒരു ഐക്കോണിക് ഡയലോഗ് ഒന്ന് പറയാമോ? ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പലതും നേടാൻ കഴിയും. താറാവിന് ഇപ്പൊ നാട്ടിൽ എണ്ണത്തിയുമില്ല, താറാവുമില്ല ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. I don't know what these beggars are doing. Let it be the last time. If you dare to say that word once more, I will pull out your bloody tongue. എന്റെ പെർഫോമൻസ് ഡയലോഗ് ഉണ്ടാവും. ഡയലോഗുകൾ കേട്ടില്ല. എന്താണ് അതിന്റെ ഫുള്ള് ബ്ലോഗിലാണ് എല്ലാവരും സ്റ്റേറ്റ് ഔട്ട്. വാട്സ് വിൽ ദി എൻഡ്. എന്തായാലും വന്നതല്ലേ, നമുക്ക് ആ മ്യൂസിക് കേട്ടിട്ട് ജയന്റെ 2 സ്റ്റെപ്പ് എടുത്താലോ? കുട്ടികളെ കൂടെ 2 സ്റ്റെപ്പ് ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യം ചെയ്തിരിക്കുന്നു. ചുവടുകൾ കാഴ്ചവെച്ചുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. ആണല്ലോ, ഇപ്പൊ ആണല്ലോ യഥാർത്ഥ ജീവിതം നമുക്കിപ്പോ ആളിലൂടെ കാണാനായിട്ട് സാധിക്കണ്ടല്ലോ. ജയന്റെ ഫാൻസ് ആണ് എല്ലാരും ഇവിടെ എത്തിയിട്ടുണ്ട്. അഭിനയിച്ചപ്പോ ഒരു മിസ്സിങ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ്. പക്ഷെ നിങ്ങൾ എന്നെ കളിയാക്കരുത് എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ ചെയ്തതാണ്. നമ്മുടെ ജയൻ, സ്വന്തം ജയൻ സിംഹത്തിനെ ഇപ്പൊ വെടിവെച്ച് കൊല്ലാൻ പോവുകയാണ്. ജയന്റെ ഫാൻസ് ആണ് ഗൈസ്, എല്ലാരും ജയന്റെ ഫാൻസ് ആണ് ഗൈസ്. ഞാനും മിസ്റ്റർ ജയനും നമ്മുടെ 64ാമത്തെ കലോത്സവ വേദിയിൽ സീമയെ കണ്ടുപിടിക്കാനുള്ള വഴിയിലാണ്. എന്റെ സീമയുടെ കണ്ണിന്റെ കാഴ്ച പോയി. അതുകൊണ്ട് ഈ പുതിയ സീമയെ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ്. എന്തായാലും ഒരുപാട് സ്നേഹത്തോടെ കടന്നു വന്ന സീമയായിരുന്നു. പക്ഷേ സാഹചര്യം അവളുടെ കണ്ണിന്റെ കാഴ്ച കളഞ്ഞു. അപ്പൊ ഞാൻ പുതിയ സീമയെ കാണാനായി കണ്ടുപിടിച്ചിരിക്കും. 10-9 തീർച്ചയായിട്ടും. യഥാർത്ഥ ജയനായിരുന്നെങ്കിൽ ജയന്റെ കൂടെ 2 സ്റ്റെപ്പ് ഡാൻസ് കളിക്കാൻ ിലല്ല 100-ല് ഒരു 99% കൊടുക്കണം. അടിപൊളി. ഹാൻഡ്സ് അപ്പ്, ഹാൻഡ്സ് അപ്പ്, ഹാൻഡ്സ് അപ്പ് ഗൈസ്, ഹാൻഡ്സ് അപ്പ്. വഴിപ്പുറം പെൺപിള്ളേരെ എന്നോട് കളിക്കുന്ന കളിച്ചാൽ കളി പഠിപ്പിക്കും. ഇദ്ദേഹം ഒരു ജീവിച്ചിരിക്കുന്ന ജയൻ. ജനറൽ കമ്പാർട്ട്മെന്റിൽ ടിക്കറ്റ് എടുത്ത് എന്നെ ട്രെയിനിന് പുറത്താക്കി. കാരണം അത്രയും ആൾക്കാരായിരുന്നു ട്രെയിൻ മുഴുവൻ. പക്ഷെ അതൊന്നും ഞാൻ കണക്കാക്കിയില്ല. എങ്ങനെയെങ്കിലും തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോടേക്ക് എത്തണം. അവസാനത്തെ ട്രെയിനായിരുന്നു ഇത്. അപ്പൊ ഞാൻ എന്താക്കി, ഫസ്റ്റ് ക്ലാസ് റൂമിലോട്ട് പോയി. അവിടെ ഞാനും കുറേ ആൾക്കാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഗൈസ്, നമ്മൾ ട്രെയിനിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ റിസർവിൽ കയറി. ഒരു ഫാമിലി ഉണ്ട്, നമ്മളുണ്ട്. നമ്മളിതാ മൂഞ്ചാൻ പോകുന്നു. നിങ്ങളെല്ലാവരും മൂഞ്ചി ഗൈസ്. അപ്പൊ ഇപ്പൊ വരും ഇതിന്റെ ആ സാധനം ഇപ്പൊ വരും. ഞങ്ങളൊക്കെ മൂഞ്ചി ഈ റിസർവേഷൻ സംഭവത്തിലാണുള്ളത്. അപ്പോൾ ടിക്കറ്റ്
കാക്കട്ടെ, അത്രേ പറയാനുള്ളൂ. ദൈവം കാക്കട്ടെ. ഞങ്ങൾക്കൊന്നും ഇതിന്റെ ഞങ്ങൾക്ക് ഈ സാധനമാണുള്ളത്, പക്ഷെ ഇതിനകത്ത് ഇത് വേറെ സാധനമാണ്. അപ്പൊ ഞങ്ങൾ മുന്നിലോട്ട് പോവാണ്. ഇതുവരെ കിട്ടിയിട്ടില്ല. കുറെ ആൾക്കാരുണ്ട് പിടിക്കപ്പെടാൻ. എന്തായാലും വ്ളോഗിന്റെ എന്ത് മസ്റ്റ് വാച്ച്. എന്താ ഇനി ആ സൈഡിൽ നിന്ന് നമ്മളെല്ലാവരും പിടിക്കാം. നമ്മളെല്ലാവരും പിടിക്കപ്പെടുകയില്ലേ, കാത്തിരുന്ന് കാണും. എന്തെങ്കിലും ട്രെയിനിൽ വ്ളോഗ് ചെയ്യുന്നവന്റെ പേര് അടുത്ത അനാഷ് ദാനി സ്റ്റോക്സ് ആവും. അപ്പൊ ഗൈസ് ബേസിക്കലി ഈ പച്ച ടീഷർട്ട് ഇട്ട ചെങ്ങായിയാണ് അനാഷ്. വലിയ യൂട്യൂബറാണ്. 1.5 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. ഇവൻ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ട്രെയിനിൽ പോവുക, വ്ളോഗ് എടുക്കുക, സംസാരിക്കുക, ട്രെയിനിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള വ്ളോഗ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ അടുത്ത അനാഷ് ദാനി സ്റ്റോക്സ് ആവുമെന്ന് ചോദിക്കുന്നത്. പിന്നെ നിങ്ങൾക്കിപ്പോൾ എന്താ സംഭവിക്കുന്നത് ഒരു ഐഡിയ ഇല്ലെങ്കിൽ ബേസിക്കലി ടിക്കറ്റ് ഇല്ലാണ്ട് റിസർവ് സീറ്റിൽ ട്രെയിനിലൂടെ യാത്ര ചെയ്യാണ് ഗൈസ്. ഇത്രയും ആൾക്കാരും ഞാനും. ഓ ഗൈസ്, നമ്മൾ ടിക്കറ്റ് എടുക്കാതെ ഫേമസ് ആകാൻ പോവാണ് ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ ബേസിക്കലി അപ്പുറത്തുനിന്ന് കുറേ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് ഇപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾ നടുക്കാവുമല്ലോ. എന്നിട്ട് ഞങ്ങൾ വീണ്ടും ബാക്കോട്ട് പോകും. കാരണം ഞങ്ങൾ ടിക്കറ്റ് ഇല്ലാത്തതിനാലും പിന്നെ ഞങ്ങളിതിലൊരു ജാഥ ഉള്ളതിനാലും കോഴിക്കോടേക്ക് ഇനിയും 2.5 മണിക്കൂർ ഉള്ളതിനാലും ഞങ്ങളിപ്പം AC പ്ലാറ്റ്ഫോമിലൂടെ നടന്നുകൊണ്ടിരിക്കും. മുതൽ തുടങ്ങിയ ഒരു പരിപാടി ഇത്. ഞാൻ ഇപ്പൊ അവിടെ എറണാകുളത്ത് നിന്ന് കയറിയത് ആകെ സ്ഥിതി. ഇപ്പൊ ട്രെയിനിൽ നിൽക്കാൻ പറ്റുന്നില്ല, ആകെ വിഷയമാണ്. തുടക്കം മുതൽ ഓട്ടാണ്. ഞാൻ അവിടുന്ന് വർക്ക് കഴിഞ്ഞ് വരുന്നത്, അവിടെ ഓട്ടം. ഈ ട്രെയിനൊന്നും സമാധാനിക്കാൻ നോക്കിട്ടോ അതിന് സമ്മതിക്കുന്നില്ല. ഇവിടെ ആദ്യ ഓട്ടോ, അവിടെ നിന്നിട്ട് ഓട്ടോ, ആകെ സീൻ. ഇതൊക്കെ എന്റെ ഫ്രണ്ട്സാണ്. ഞങ്ങളിപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ TTR ഉണ്ട് കേട്ടോ. അന്നാണ് മറ്റേ വീഡിയോ കണ്ട സീനാവും. എന്തായാലും ബാക്കിൽ TTR ഉണ്ട്. ഞങ്ങളിപ്പോ ഓൺ റണ്ണിങ് ആട്ടോ. ഓൺ റൺ. അപ്പൊ ജസ്റ്റ് മിസ്സാണ്, ജസ്റ്റ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ്. ഗൈസ്, ടിക്കറ്റ് ഇല്ലാതെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അലയുമ്പോൾ ഇപ്പൊ ഞങ്ങളൊരു അപ്പൊ ഞാനും ഉടുപ്പാതും ടിക്കറ്റ് ഇല്ലാണ്ട് ഇങ്ങനെ അലയാണ്. ടീറ്റിനെ കണ്ടു അപ്പുറത്ത്, ടീറ്റിനെ കണ്ടു ഇപ്പുറത്ത്. അപ്പൊ നമ്മൾ ടിക്കറ്റുള്ള കുറെ ടീംസ് ഉണ്ട്. കലോത്സവത്തിന് വരാൻ തോന്നുന്നു. ഹായ് മാൻ, ഹായ് ഹായ് ഹായ്, സേ ഹായ് ഗൈസ്. അപ്പൊ ഇവർക്കൊക്കെ ടിക്കറ്റ് ഉണ്ട് ഗൈസ്, നമുക്ക് മാത്രം ടിക്കറ്റ് ഇല്ലാത്തത്. പിന്നെ ഹായ്. അപ്പൊ എന്തായാലും ടിക്കറ്റ് ഇല്ലാതെ ഞാനിനി ഇങ്ങനത്തെ കോച്ചിലൊക്കെ യാത്ര ചെയ്യണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോ. എന്താണ് ഇതിന്റെ കമന്റ്? ഇപ്പൊ അടുത്ത പ്രാവശ്യം ഞങ്ങൾ ടീ വിൽക്കുന്ന ആൾക്കാരായിട്ട് ട്രെയിനിൽ പോകും. എന്നിട്ട് TTൻ്റെ അടുത്ത് ഞങ്ങൾ രക്ഷപ്പെടും. വാട്ട് വേസ്റ്റ്. ആ ഐഡിയ എങ്ങനെയുണ്ട്? നൈസല്ലേ? ഫുൾ ഐഡിയ അല്ലേ? വർക്കൗട്ട് ആവുമോ? ഓൾ ദ ബെസ്റ്റ്. എടാ ഇവിടെ ജയിലിൽ പോകാൻ ചാൻസ് കിട്ടും. നമ്മളിങ്ങനെ കള്ളത്തിന് കഴിച്ച് ബ്ലോഗ് ഇട്ടിട്ട്. ഗൈസ്, നമ്മൾ S10 പോവാണ്. ഞങ്ങൾ S23 ലൈനുള്ളത്. ഇപ്പോൾ S10 പോവാട്ടോ. അപ്പോൾ അത് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ TTൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടേണ്ടിയിട്ടാണ്. നമ്മുടെ ഇവിടെ ദേവഗിരി ക്യാമ്പസ് കോളേജിലുള്ള രാജഗിരി കോളേജിലുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ ഇവിടെ രാജഗിരി കോളേജിലെ ചെക്കന്മാരെ കൂടെയാണ് നമ്മൾ ചേർന്നിരിക്കുന്നത്. എൻ്റെ അതേ ബർത്ത്ഡേ നമ്മളിതാ കണ്ടുപിടിച്ചിരിക്കുന്നു. എൻ്റെ ബർത്ത്ഡേ ആണ്. യെസ്, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. അപ്പോൾ ഗൈസ്, നമ്മൾ TTനെ വെട്ടിച്ച് ഓടുന്നു, ചാടുന്നു. ഹാപ്പി ബർത്ത്ഡേ ആയി. പിന്നെ രാജഗിരി ക്യാമ്പസിലുള്ള കുട്ടികളും കൂടെ നമ്മൾ ഇന്നതാണ് ടൈം സ്പെൻഡ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ വരുന്നിടത്ത് വെച്ചിക്കാം. രാജഗിരി ക്യാപ്റ്റൻ ഇതവിടെ ആദർശ് S ആണ്. ഇതിങ്ങനെ പേര് പറയുമ്പോൾ ഇങ്ങനെ എഴുതി കാണിക്കണം. ആദർശ് S. രാജഗിരി ക്യാമ്പസിലെ കുട്ടികൾ IV-യിലാണ്. ബേസിക്കലി അവർ IV പോവാണ് മെമ്മറീസ് ഉണ്ടാക്കാൻ, ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത മൊമെന്റ്സ്. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ആനന്ദ സിനിമയിലൊക്കെ ഉള്ളതല്ലേ. അപ്പൊ ആനന്ദ സിനിമയിലുള്ള മറ്റേ ദേഷ്യം പിടിക്കുന്ന ചെങ്ങായിന്റെ പേരെന്തേനും അതാണ്. ഒരു ചാൻസും കാണുന്നില്ല. വരുൺ കലിപ്പിലാണ്. പട്ടാളക്കാർക്കില്ലാത്ത ഡിസിപ്ലിനും പോലീസുകാർക്കില്ല. പിന്നെ അക്ഷയ്
അക്ഷയ്, പിന്നെ എന്താണ് ബ്രോന്റെ പേര്? ആദർശ് ഉണ്ട്, പിന്നെ അമീഷ, കൊറിയൻ, മിലൻ, ശരൺ, ബർത്ത്ഡേ ഗേൾ ദേവിക, നന്ദു, അക്ഷയ്. അപ്പൊ ഇതാണ് ഇവരുടെ ഐവി. ഒരാളും കൂടി ഉണ്ട് ഗേൾസ് ക്യാപ്റ്റൻ. പിന്നെ ഇതാണ് നമ്മുടെ വൺ ആൻഡ് ഓൺലി ഗേൾസ് ക്യാപ്റ്റനായ ദിയ കിലിയൻ എംബാപ്പെ.